ഈ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ വന്നാട്ട് നിങ്ങൾ ബ്ലസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം അത് 100% ദൈവം അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തു. ഇത് പുള്ളി പറയുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാവും. പേര് പറയണം. എൻ്റെ പേര് അബ്ദുൾ റഹീം എന്നാണ്, മുസ്ലിമാണ്. ഞാൻ ചെയ്യുന്നതാണ് വന്ന്. എൻ്റെ സഹോദരിയുണ്ട്, ബഹുമാനപ്പെട്ട മാഷനുണ്ട്, എൻ്റെ ശേഷാരം ഷാജിയാനുണ്ട്, ശേഷാരിയുണ്ട്, കുട്ടിയുണ്ട്. ഞാൻ കഴിഞ്ഞ മാർച്ച് 26 ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഭയങ്കരമായ ഒരു അസുഖത്തോടു കൂടിയാണ് ഞാൻ ഈ നാട്ടിലെത്തണം, നമ്മുടെ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ. അതായത് അസുഖം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാലും അത് പെട്ടെന്ന് മാറുന്ന അസുഖമല്ലായിരുന്നു എനിക്ക്. കാരണം ഒരു ദിവസം 28 പ്രാവശ്യം എനിക്ക് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ദിവസം 28 പ്രാവശ്യമാണ്. അങ്ങനെ 2 മാസം. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഗുളിക കഴിച്ച് എനിക്ക് കുറവില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയിൻസ് എടുത്ത് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ അസുഖം സീരിയസ് ആണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ എൻ്റെ മോൻസറെ വിളിച്ചിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അസുഖം സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ മാർച്ച് 26 ഞാൻ എയർപോർട്ടിലെത്തി. വീട്ടിൽ വന്നതിന് ശേഷം പുനലൂർ ഒരു ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ യൂറിൻ മാത്രമല്ല, ഈ കിഡ്നിക്ക് കുഴപ്പമുണ്ട്, പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ട്, എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എനിക്ക് തന്നു. നിങ്ങൾക്ക് ഇതിനടക്കൊക്കെ ഉള്ള അസുഖമുണ്ട്, എന്നിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, അവിടെ പോയി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5 കിംസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് വെഞ്ഞാറമൂട് ഗോകുലത്തിലുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ട്, കിംസ് ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഈ പൊന്നു തന്ന ഇതാണ് പേപ്പറാണ് അവിടെ കാണിച്ച ഡോക്ടർ പറഞ്ഞ് എനിക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് മറ്റന്നാൾ ചെയ്യണം, ബുധനാഴ്ച. തിങ്കളാഴ്ച ഞാൻ ചെല്ലുന്നു, ബുധനാഴ്ച ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ മനപ്രയാസത്തോടുകൂടി തിരിച്ച് വീട്ടിൽ വന്നു. ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഓക്കെ. അപ്പം എൻ്റെ വൈഫ്, ഞാൻ വെളിയിൽ നിൽക്കുകയാണ്, മനസ്സിൻ്റെ വിഷമമുണ്ട്. എൻ്റെ വൈഫ് സാജൻ എൻ്റെ ശേഷാനാണ്, വിളിച്ചു പറഞ്ഞു എൻ്റെ കണക്കിന് മാമക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ശേഷാറൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് മാമ ഇവിടെ കൊണ്ടുവരണം, ഇന്നിടത്താണ്, മാമയുടെ ശരീരത്തെ കത്തി ഓടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന്. അപ്പം എനിക്ക് അതുവരെ ഇതിൽ അത്ര വലിയ ഇതില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അതിപ്പോൾ വന്നിട്ട് പണ്ട് 1 മാസം ആകാൻ പോകുന്നു. അപ്പം ഈ എന്താ ഞാൻ പറയാൻ, ഈ ഇതെല്ലാം കൊണ്ട് ഞാൻ ഇവിടെ ആദ്യം ഒരു ദിവസം ഇവിടെ വന്നു ഞാൻ പാസ്റ്റടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഇന്നതുപോലെയാണ് സാഹചര്യം പറഞ്ഞു, അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഈ സീറ്റിലിരിക്കുക. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം സാസാൽ ദൈവമാണ്, കർത്താവ് എൻ്റെ കർത്താവാണ് ഈ ഇരിക്കുന്നത്. പാസ്റ്റർ എൻ്റെ കർത്താവാണ്, എൻ്റെ ഈശ്വരനാണ്. ഈശോ സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കും, എൻ്റെ കർത്താവാണ്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് വിളിച്ചു, വിളിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, വല്ല കൂടുന്ന മറ്റാണെന്ന് വിചാരിച്ചു. അല്ല, എൻ്റെ കർത്താവ്, എൻ്റെ യേശു, എൻ്റെ കർത്താവ് എൻ്റെ അസുഖത്തെ ഇവിടെ വെച്ചിട്ട് ശാന്തി തന്നിരിക്കുകയായിരുന്നു. അപ്പോഴേ ആ നിമിഷം അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് പോയിട്ട് സ്കാൻ ചെയ്യണം, വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്കാൻ ചെയ്ത് അതിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് വെള്ളം കുടിക്കണം. ഞാൻ 15 ഗ്ലാസ് വെള്ളം കുടിച്ചു. ആദ്യം ഫസ്റ്റിൽ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തു, എന്നിട്ടും ശരിയാവണില്ല. പിന്നെ രണ്ടാമത് അങ്ങനെ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. 3 പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും എൻ്റെ അസുഖം എനിക്ക് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണെങ്കിൽ സഭയിലുള്ള ആൾക്കാർ ഒരുപാട് അവിടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അസുഖം ഇതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹമാണ് അത്. ഏറ്റവും ഭയങ്കരമായ അനുഭവമാണ്. നാലാമത്തെ പ്രാവശ്യവും സ്കാൻ ചെയ്ത് എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യം ഡോക്ടറെ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ അതൊരു വെള്ളി നക്ഷത്രം മാതിരിയാണ്.
ഒരാള് പറയുക ഒന്നുമില്ല 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 എന്ന് 3 പ്രാവശ്യം ഉച്ചരിച്ചു. ഇതെനിക്ക് പരിപൂർണമായിട്ട് എൻ്റെ ചെവിയിൽ കേട്ട് എൻ്റെ ഹൃദയത്തിൽ. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇരിക്കാം. ഇതിന്റെ പേപ്പർ ഒന്നുമില്ല, ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതില് ഒന്നുമില്ല. രണ്ട് ആദ്യത്തെ റിസൾട്ട് ഭയങ്കരമായ പ്രശ്നമായിരുന്നു എനിക്ക്. പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു അസുഖമില്ല. എന്റെ കർത്താവ് എന്റെ അസുഖത്തെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ചെലവാക്കിയാലും ആ അസുഖം മാറില്ല. ഭാഷ എന്റെ കർത്താവ് മാറ്റി തന്ന എൻ്റെ ഈ അസുഖത്തെ ഇന്ന് ഞാൻ വളരെ ഇതാണ്. അപ്പൊ അതേപോലെ സാഹചര്യം എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ 2-3 ആഴ്ചയായി എനിക്ക്. അപ്പൊ ഇതിന് ശേഷം അല്ല, ഇതിനു മുമ്പ് വേറെ പ്രശ്നമുണ്ടായി. ഞാൻ സൗദിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് വന്ന് നാട്ടിലോട്ട് വരാനായിട്ട് 6-ാം തീയതി 7-ാം തീയതിയാണ് ഞാൻ ഇവിടെ ഇറങ്ങണത്. ഞാൻ എൻ്റെ ബോഡി എല്ലാം ചെക്കപ്പ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സീറ്റിലിരിക്കുമ്പോൾ ഒരു ദാടി വെച്ച ഒരാൾ, അത് ഇതേപോലെ വെള്ളി നക്ഷത്രം പോലെ ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, എന്ത് സുഖമില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് സുഖമില്ല. ശരി, പൊക്കോ നാട്ടിലേക്ക്, അവിടെ ആളുണ്ട്, അസുഖത്തെ ശാന്തിയാക്കി തരുമെന്ന് പറഞ്ഞു. അത് എന്റെ കർത്താവാണെന്നോടെ എനിക്കറിയില്ല അപ്പോഴും. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മം തന്നു. ആ ഉമ്മത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഇപ്പോൾ ഒരു അസുഖമില്ല, ഒന്നിനും ഒരു കുഴപ്പമില്ല. എൻ്റെ ഈശോ ഞാൻ അനുഗ്രഹിച്ച് ഞാൻ ഇപ്പൊ വളരെ ഇതാണ്. അപ്പൊ സാഹചര്യം പറഞ്ഞ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കൊരു വണ്ടി വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞ് പോയി വണ്ടി എടുത്തോന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. വണ്ടി അപ്പോഴൊന്നും എടുത്ത് 2 ദിവസം എടുത്തില്ല. അപ്പൊ എന്റെ ശേഷാരി ഇടയ്ക്ക് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച മാമ ഇങ്ങോട്ട് വരുമോ എന്താ എന്തിനാ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് അത് അത്ര മനസ്സിലായി. ഞാൻ പറഞ്ഞു എന്റെ കാല് എനിക്കൊരു വണ്ടി വേണോ, എന്നിട്ട് പൈസ ഒന്നുമില്ല. അതിലെന്ത് മാമ പോയി വണ്ടി എടുക്കാൻ ഭർത്താവ് കൂടെ പറഞ്ഞിരിക്കില്ലേ, എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ പെട്ടെന്നൊരു ഇത് തോന്നി. അപ്പൊ എന്റെ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞ് പൊക്കോ, വീട്ടിൽ നിന്ന് രാവിലെ വണ്ടി എടുത്തിട്ടാണ്. അങ്ങനെ എന്ത് അപ്രത്യക്ഷമാണ് അതൊക്കെ, ഒരു പെട്ടെന്നൊരു സംഭവമാണ്. ഇതെല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് പൈസ വെക്കുന്നു, ഞാൻ പോയി വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ താക്കോൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും ഭാഷയിൽ. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഒരു മുസ്ലിം ആണെങ്കിലും പക്ഷെ എനിക്ക് ഈ ഒരു അനുഭവം, അതിന്റെ കർത്താവിന്റെ ഞാൻ ഇപ്പോഴും എപ്പോഴും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ബ്രദറുടെ സാക്ഷ്യം കേട്ടിട്ട് നെട്ടർത്ത് ചിലതൊക്കെ പറഞ്ഞത് എന്നെ കർത്താവെന്ന് പറഞ്ഞു. അത് പുള്ളി നമ്മുടെ പോലും വിശ്വാസിയൊന്നുമല്ല കേട്ടോ. യേശുവാണ് കർത്താവ്. യേശു ഇല്ലാതെ നമ്മൾ ആരും ഒന്നുമില്ല. യേശുവാണ് കർത്താവ്. പുള്ളി പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അത് നടന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അത് കർത്താവ് എൻ്റെ കയ്യിൽ തരാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവ് തന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം